ഹായ് ഫ്രണ്ട്സ്, നമസ്തേ, ശുഭദിനം. ലൈഫ് ഓഫ് ഹേമയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ ഇടണം. ഇന്ന് മസാല ദോശയ്ക്ക് പകരം വെറൈറ്റിയാണ്, അതായത് മസാല ഇഡ്ഡലി. കണ്ടോ, ഇഡ്ഡലി മാവ്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു കളർഫുള്ളാണ്. ഇത് ശംഖുപുഷ്പം ഒരു 4 എണ്ണം എടുത്ത് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിലുണ്ടാക്കി വെച്ച ബാറ്ററാണ്. ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക തലേ ദിവസം. കണ്ടോ, പിന്നെ ഇത് മസാല, അതിലേക്ക് ചേർക്കുന്ന മസാല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മസാല ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം നെയ്യ് ഇടണം ഇഡ്ഡലി തട്ടിലേക്ക്. എന്നിട്ട് ഇഡ്ഡലി തട്ട് ചൂടാവുമ്പോൾ, വെള്ളം തിളയ്ക്കുമല്ലോ, അപ്പോൾ ചൂടാവുമ്പോൾ നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ കോരി ഒഴിക്കും. പകുതി ഒഴിക്കാൻ പാടുള്ളൂ, നമുക്ക് മസാല ഇടാനുള്ളതാണ്. ഇതെന്താ വെറൈറ്റി മസാല ഇഡ്ഡലി. എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ വലിയവർക്കും കഴിക്കാം, നല്ലതാണ്, സ്റ്റീംഡ് ആണല്ലോ. അപ്പോൾ ദോശയ്ക്ക് പകരം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണം. ഒന്ന് ട്രൈ ചെയ്യുന്നേ, നല്ല സൂപ്പർ സാധനമാണ്. ഇനി അല്പം മസാല അതിൽ ചേർക്കുക. മസാലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. വേണേ എഗ്ഗ് ചേർക്കാം, ചിക്കൻ മസാല ചേർക്കാം. അപ്പോൾ ചിക്കനാണെങ്കിൽ ചിക്കൻ മസാല ഇഡ്ഡലി ആയി. ഇത് പൊട്ടറ്റോ മസാലയാണ്. കണ്ടോ, മസാല ചേർത്തു. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ചേർക്കാം. ആദ്യം ഞാൻ വൈറ്റ് മാവ് ഒഴിച്ചു, കവർ ചെയ്യാൻ. അതിനുശേഷം ഞാൻ ഒഴിക്കാൻ പോകുന്നത് ശംഖുപുഷ്പം ഓവറായിട്ട് ചേർക്കരുതേ. കണ്ടോ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുറച്ച് മാത്രം ചേർക്കാവൂ, നല്ലതാണ് ആരോഗ്യത്തിന്, സ്കിന്നിന് നല്ലതാണ്, ഹെയറിനും നല്ലതാണ്, ശരീരത്തിനും നല്ലതാണ്. കണ്ടോ, ഇതിൻ്റെ കളറ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഡ്ഡലി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഷേപ്പൊക്കെ ആവും, ഇത് എടുക്കുമ്പോൾ ഷേപ്പാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അതിൽ കമൻറ്റിൽ ചോദിക്കണം. അത് ഞാൻ പുതിയ വ്ളോഗായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് തരുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ശുഭദിനം. ഒരിക്കൽ കൂടി ബൈ.